നമസ്കാരം. സൂര്യൻ അസ്തമിക്കാത്ത രാജ്യം എന്നായിരുന്നു ബ്രിട്ടനെ ഒരു കാലത്ത് വിശേഷിപ്പിച്ചിരുന്നത്. ഈ ലോകത്ത് എമ്പാടും അവർക്ക് കോളനികളുണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യയെപ്പോലെ എത്രയോ നൂറ്റാണ്ടുകളാണ് അവർ അടക്കി ഭരിച്ചത്. പക്ഷേ ആ ഒരു പ്രതാപമെല്ലാം ഇപ്പോൾ ഇല്ല എങ്കിൽ പോലും എന്നാൽ ഇന്നും ലോകമെമ്പാടുമുള്ള എല്ലാ രാഷ്ട്രത്തലവന്മാരും ജനങ്ങളുമൊക്കെ തന്നെ ബ്രിട്ടീഷ് രാജകുടുംബത്തെ ആദരവോടെ തന്നെയാണ് നോക്കിക്കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ വളരെ രസകരമായ സംഭവം, ബ്രിട്ടീഷ് രാജകുടുംബം കഴിഞ്ഞ 3 വർഷമായി അവർക്ക് ലഭിച്ച എല്ലാ സമ്മാനങ്ങളുടെയും പട്ടിക പുറത്തുവിട്ടു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ എല്ലാ വർഷവുമാണ് ഈ പട്ടിക പുറത്തുവിടാറുള്ളത്. കോവിഡ് മഹാമാരിയുടെ കാലത്താണ് ഇതിനൊരു തടസ്സമുണ്ടായത്. പിന്നീട് എലിസബത്ത് രാജ്ഞിയുടെ കിരീടധാരണത്തിൻ്റെ ജൂബിലി ആഘോഷം നടന്നിരുന്നു. പിന്നീട് രാജ്ഞി അന്തരിച്ചു. അത് കഴിഞ്ഞ് ചാൾസ് രാജകുമാരൻ രാജാവായി മാറി. പിന്നീട് അദ്ദേഹത്തിന് രോഗബാധയുണ്ടായി. ഇതൊക്കെ തന്നെ ഇത്തരം കണക്കുകൾ പ്രസിദ്ധീകരിക്കുന്നതിന് ഒരുപക്ഷെ തടസ്സമായി മാറിയിരുന്നിരിക്കാം. 1990 മുതലാണ് ഈ സമ്മാനങ്ങളുടെ പട്ടിക ഇപ്പോൾ കൃത്യമായി കണക്കെടുത്ത് ജനങ്ങൾക്ക് മുന്നിൽ ബ്രിട്ടീഷ് രാജകുടുംബം അവതരിപ്പിക്കുന്നത്. അതിനു മുമ്പ് ചില അഴിമതി ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നു. ചില ജീവനക്കാർ ചില സമ്മാനങ്ങൾ അവിടെ തട്ടിയെടുത്തതൊക്കെ തന്നെ ആരോപണങ്ങൾ വന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള വലിയൊരു തീരുമാനം ബ്രിട്ടീഷ് രാജകുടുംബം എടുത്തത്. തങ്ങൾക്ക് ലഭിച്ച എല്ലാ സമ്മാനങ്ങളും അവർ അതിൻ്റെ പട്ടിക പുറത്തുവിടുമായിരുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവയെല്ലാം തന്നെ വളരെ വിലപിടിപ്പുള്ള സമ്മാനങ്ങളായിരിക്കും എപ്പോഴും ബ്രിട്ടീഷ് രാജാവിനും രാജ്ഞിക്കൊക്കെ തന്നെ ലഭിക്കുക. പക്ഷേ ഇതൊന്നും തന്നെ അവരുടെ സ്വന്തം വകയാക്കാൻ അവർക്ക് കഴിയുകയില്ല എന്നുള്ളതാണ് ബ്രിട്ടീഷ് നിയമം. ഈ സമ്മാനങ്ങളൊക്കെ തന്നെ സർക്കാരിൻ്റെ അവരുടെ ഔദ്യോഗിക പട്ടികയിലേക്കാണ് പോകുന്നത്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ചാൾസ് രാജകുമാരൻ രാജാവായി ചുമതലയേറ്റപ്പോൾ ബഹ്റിൻ രാജകുടുംബം അദ്ദേഹത്തിന് സമ്മാനമായി നൽകിയത് കോടികൾ വില വരുന്ന റോൾസ് റോയ്സ് കളിനൻ 2 കാറാണ്. പക്ഷേ ഈ കാറും ഈ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച പട്ടികയിൽപ്പെടുന്നുണ്ട്. അതിഗംഭീരമായ ഒരു കാറാണ് ഇത്. പക്ഷേ ഇതും ചാൾസ് രാജാവിന് സ്വന്തമായി ഉപയോഗിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇതൊക്കെ തന്നെ ആ റോയൽ ഫ്ലീറ്റ് എന്ന രാജകുടുംബത്തിൻ്റെ കാറുകളുടെ പട്ടികയിലേക്ക് പോവുകയും ഏതെങ്കിലും ഔദ്യോഗിക ചടങ്ങുകൾ നടക്കുമ്പോൾ മാത്രം അദ്ദേഹത്തിന് ഈ കാറിൽ സഞ്ചരിക്കാം എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എലിസബത്ത് രാജ്ഞിക്ക് സമ്മാനങ്ങൾ നൽകിയതിന് കൈയും കണക്കുമില്ല. എലിസബത്ത് രാജ്ഞി എത്ര പതിറ്റാണ്ടുകൾ രാജ്ഞിയായിരുന്നതാണ്. ലോകത്തെ വിവിധ ഭരണാധികാരികളും രാഷ്ട്രത്തലവന്മാരും ഒക്കെ തന്നെ അവർക്ക് നിരവധി സമ്മാനങ്ങൾ നൽകിയിട്ടുണ്ട്. എന്തിനേറെ ചൈനയിലെ പ്രസിഡൻ്റായ ഷീ ജിങ് പിങ് പോലും അവർക്ക് നൽകിയ സമ്മാനങ്ങളുടെ പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അദ്ദേഹം വലിയ ഫ്ലവർ വേസുകളും മറ്റൊരുപാട് ചിത്രപ്പണികളും ഒക്കെ ചെയ്ത വളരെ വിലപിടിപ്പുള്ള സമ്മാനങ്ങളാണ് നൽകിയിട്ടുള്ളത്. സ്വിറ്റ്സർലൻഡിലെ പ്രസിഡൻറ്റും രാജ്ഞിക്ക് നൽകിയത് വിലപിടിച്ച ആഭരണങ്ങളും മറ്റുമാണ്. പ്ലാറ്റിനത്തിലും ഡയമണ്ടിലും ഒക്കെ നിർമ്മിച്ച നിരവധി ആഭരണങ്ങളാണ് എലിസബത്ത് രാജ്ഞിക്ക് അവരുടെ ജൂബിലി ആഘോഷ വേളയിൽ ലഭിച്ചത്. കൂടാതെ ഓസ്ട്രേലിയൻ സർക്കാർ അവരുടെ സൈന്യത്തിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഈ നായ്ക്കൾ കണിയുന്ന തരത്തിലുള്ള ജാക്കറ്റുകൾ 10 എണ്ണം, കാരണം ബ്രിട്ടീഷ് രാജകുടുംബത്തിന് നിരവധി വളരെ വിലപിടിപ്പുള്ള നായ്ക്കളുള്ളതാണ്, ഈ ഒരു സമ്മാനം അവിടേക്ക് കൊടുത്തയച്ചിരുന്നു. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് രാജകുടുംബത്തിൻ്റെ കൈവശമുള്ള സമ്മാനങ്ങളുടെ നീണ്ട പട്ടികയാണ്. സാധാരണക്കാർ പോലും പലപ്പോഴും രാജകുടുംബത്തിന് സമ്മാനങ്ങൾ അവിടെ നൽകാറുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ അത് ചെറിയൊരു കുപ്പിയായിരിക്കാം, അതുപോലെ ചെറിയ കപ്പുകളോ മറ്റോ അവരുടെ സ്ഥിതിക്കനുസരിച്ചുള്ള സമ്മാനങ്ങളൊക്കെ തന്നെ രാജകുടുംബത്തിന് അവർ സമ്മാനിക്കാറുണ്ട്. പക്ഷേ അതൊക്കെ തന്നെ വളരെ അമൂല്യമായ നിധികൾ പോലെ തന്നെ ഈ സാധാരണ സമ്മാനങ്ങളുമൊക്കെ തന്നെ രാജകുടുംബം കണക്കാക്കാറുണ്ട്. അവയൊക്കെ വളരെ കൃത്യമായി തന്നെ കണക്കെടുത്ത് സൂക്ഷിക്കാറുമുണ്ട്. ഏതായാലും ബ്രിട്ടീഷുകാർ മാത്രമല്ല, ഈ പട്ടിക കാണുന്ന ലോകത്തെ ഏത് പൗരനും ബ്രിട്ടീഷ് രാജകുടുംബത്തിന് ലഭിക്കുന്ന ഈ അംഗീകാരങ്ങളുടെ പട്ടിക കണ്ട് കണ്ണു തള്ളി നിൽക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. കാരണം അത്രത്തോളം സമ്മാനങ്ങളാണ് ഓരോ വർഷവും ബ്രിട്ടീഷ് രാജകുടുംബത്തിന് ഓരോ രാജ്യങ്ങളിൽ നിന്നുള്ള ഭരണാധികാരികളാണെങ്കിലും സാധാരണ പൗരന്മാരാണെങ്കിലും അതുപോലെ ബ്രിട്ടീഷുകാരും ഒക്കെ തന്നെ നൽകുന്നത്. പക്ഷേ അവയൊക്കെ തന്നെ സ്വന്തമാക്കാതെ സർക്കാരിൻ്റെ കണക്കിലേക്ക് ഉൾപ്പെടുത്തുക എന്നുള്ളത് ബ്രിട്ടീഷ് രാജകുടുംബത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നും ബ്രിട്ടീഷ് രാജകുടുംബത്തെ നമ്മളെല്ലാവരും ആദരവോടെ നോക്കിക്കാണുന്നതും ഒരുപക്ഷെ അവരുടെ ഈ ഒരു മഹാമനസ്കത കൊണ്ട് തന്നെ ആയിരിക്കും.